പ്രിയപ്പെട്ട ദീപക്, നിന്റെ മനസ്സിൽ പെയ്തിറങ്ങുന്ന എന്നോടുള്ള സൗഹൃദം ഒരിക്കലും പെയ്തൊഴിയാതിരിക്കട്ടെ. സൗഹൃദം എന്ന് പറയുമ്പോഴും എവിടെയോ ഒരു പ്രണയത്തിന്റെ കാറ്റ് എന്നിലേക്ക് വീശുന്നത് ഞാൻ അറിയുന്നുണ്ട്. हेलो, हाँ भाई बोलो। हाँ मैं इधर पहुंच गया। आपका काम कल क्लास करके देगा भाई, मुश्किल नहीं है भाई। मैं एक आदमी है भाई, मैं काम करेगा तो करेगा, मुश्किल नहीं है। हेलो भाई। क्या है? हाँ भाई क्या है? ये बहुत डिस्टर्बेंस है भाई। भाई हम लोग का काम का बात करिए भाई, आपको क्या मुश्किल है? चुप के बैठो भाई, चुप के बैठो इधर। क्या है? हाँ भाई बोलो। मुश्किल है, मैं तो 2 दिन के बाद आएगा। ओके വണ്ടി വന്നല്ലോ. വെള്ളോട്ടാ വാ. എന്നാ പിടിച്ചു. പുതിയൊരു വന്നവരിറങ്ങേ. സ്പീഡായിട്ടാണ്, സ്പീഡ്. വാ കയറി കയറി കയറി. റൈറ്റ്. ചേട്ടാ, ഈ അശോകൻ ചേട്ടൻ്റെ വീട് മോനെ അവിടത്തേക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ. നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ട് റോഡുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു തരും അശോകൻ്റെ വീട്. മോനെ ഒരു ലോട്ടറി എടുക്കട്ടെ. മോൻ എങ്ങോട്ടാ? അതാ അശോകൻ്റെ വീട്ടിലോട്ടാ. ആ ഞങ്ങളും അങ്ങോട്ട് തന്നെ. ചേട്ടാ ഒന്നും സൗകര്യം. ആ സൈഡ് പിടി, പിടിച്ചാ അപ്പുറം പിടി, അപ്പുറം പിടി, ആ സൈഡ് പിടി, ശ്രദ്ധിച്ചിറങ്ങണേ. ചേച്ചിനൊന്ന് പിടിക്കേ.
ആ ഇല്ല ഞാൻ കെട്ടിണ്ട് കെട്ടി ഇനി എന്ത് ഇല്ലേ ദീപക്, ഒരു ദിവസം നീ എന്റെ വീട്ടിലോട്ട് വരണം. നിനക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. ഈ പെണ്ണിന് എന്തിന്റെ കുറവാ ഈ വീട്ടിലുള്ളത്? കൊച്ചിനെ പുറത്ത് പഠിക്കാൻ വിട്ടാ ഇതിലപ്പുറവും സംഭവിക്കും. പിന്നെ പറയാനുണ്ടോ, വീട് വിട്ടിറങ്ങിയ പെമ്പിള്ളേർക്ക് ഇക്കാലത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ. അതന്നെ, വയറ്റിലുണ്ടെന്നാ ഞാൻ കേട്ടത്. വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. ഒറ്റ മോളല്ലേ ഉള്ളൂ, എന്നിട്ട് എന്തിനപ്പാ ഈ കടുകൈ ചെയ്തത്? ഈ മൊബൈൽ എന്നാ കൊണ്ടാണ് കൈ കിട്ടിയ ആത്മഹത്യല്ല, അതിന്റെ അപ്പുറം ഉണ്ടാവും. ഇന്നത്തെ പെൺപിള്ളേരല്ലേ, ജീവിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. എടാ, നിന്റെ കയ്യിൽ ബിജു നമ്പർ ഉണ്ടോ? എന്തിനാടാ? ഒരു കുപ്പിയോട് നിങ്ങൾ സംഘടിപ്പിക്കാൻ പറ. എടാ, ഇതൊരു മരണ വീടല്ലേ. അതിനെന്താടാ ഇപ്പൊ, ഇതൊക്കെയല്ലേ ആഘോഷം. ആ ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, എന്തേലും നടക്കണം. ആ ഞാൻ ബിജുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മഴ വരാൻ സാധ്യതയുണ്ട്, എന്താ എടുത്തൂടെ? ആ ശത്രുങ്ങ അടുത്ത് അതാ വരുന്നു. ചേട്ടാ ചേട്ടാ ഒന്ന് മാറി. എനിക്ക് എന്താ അശോക നീ ഇങ്ങനെ അതെയല്ലേ, സമാധാനിക്ക്. നീ ഇവിടെ ഇരുന്നേ, ഇവിടെ സമയമില്ല. ശോഭേ, നീ ഇവിടെ ഇരിക്കുകയാണോ? അവളവിടെ ഒറ്റയ്ക്കല്ലേ? അവൾ തനിച്ചുറങ്ങില്ല, നിനക്ക് അറിയില്ലേ? അവളുടെ ബാർബിയെ കെട്ടിപ്പിടിച്ചല്ലേ അവളെ എന്നും ഉറങ്ങാറ്. ഞാൻ പോയി എടുത്തിട്ട് വരാട്ടോ.
എന്റെ മോളോട് ഒറ്റയ്ക്കാ. നീ ഇല്ലാണ്ട് അവൾ ഉറങ്ങില്ല. വാ നമുക്ക് പോവാം. വാ. ശോഭേ, ഞാൻ ടോർച്ച് എടുത്തേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി എടുക്കാം. അവളവിടെ തനിച്ച. ഈ പാവക്കുട്ടിയില്ലാതെ അവൾ ഉറങ്ങില്ല, നിനക്ക് അറിയില്ലേ? ഇത് അവൾക്ക് കൊടുത്തിട്ട് തരട്ടെ. ഏട്ടാ, എന്റെ മോള് ഉറങ്ങിയില്ലല്ലോ. ഉറങ്ങില്ല എന്ന് അച്ഛനറിയാം. മോളെ എന്നും കെട്ടിപ്പിടിച്ചുറങ്ങാറുള്ള പാവക്കുട്ടി ഇതാ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില്ലാണ്ട് മോള് ഉറങ്ങില്ല എന്നറിയാം. കരണ്ട, ഇതാ ഇത് കെട്ടിപ്പിടിച്ചുറങ്ങിക്കോട്ടാ. അച്ഛൻ പോവാട്ടാ. എന്റെ മോള് ഉറങ്ങിക്കോ. നീ എന്തിനാണ് ഇനി കറിയുന്നേ? ഇനി കറിയൊന്നും വേണ്ട. അവളുടെ കൂട്ടുകാരി ബാർബിയെ ഞാൻ അവൾ കൊടുത്തില്ലേ, പിന്നെ എന്തിനാ കറിയുന്നേ? ഇതെന്താ? പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് വേണം ഇത് വായിക്കാൻ. ഈ കത്തൊരിക്കലും മറ്റാരും തന്നെ വായിക്കാൻ ഇടയാകരുത്. പ്രേമനൈരാശ്യത്താൽ ആത്മഹത്യ ചെയ്തുവെന്ന് പുറം ലോകം അറിഞ്ഞാൽ മതി. ഞാൻ അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നരുത്. ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ പരസ്പരം വഴക്കിട്ടും കുറ്റപ്പെടുത്തിയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ എന്നും സ്നേഹത്തോടെ ഒരുമിച്ചുണ്ടാകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ. എന്തിനായിരുന്നു അമ്മ എന്നിൽ നിന്ന് അകന്നു മാറിയത്? എന്തുകൊണ്ടായിരുന്നു അച്ഛ എന്നോട് സംസാരിക്കാൻ അച്ഛൻ മറന്നുപോയത്? പാവക്കുട്ടിക്ക് കണ്ണെഴുതിയും താലോലിച്ചുറക്കിയും ഞാൻ അനുഭവിച്ചത് എനിക്ക് നിങ്ങളിൽ നിന്നും കിട്ടേണ്ടിയിരുന്ന സ്നേഹവും ലാളനയുമായിരുന്നു. അമ്മയുടെ ചൂടും അച്ഛൻ്റെ തലോടലും ഏറ്റുറങ്ങുവാൻ എത്ര ഞാൻ കൊതിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ അടുത്തേക്ക് ഓടി വന്നപ്പോൾ
എന്തിനായിരുന്നു അകന്നു മാറിയത്? അമ്മേ, അമ്മേ, ഇന്ന് സ്കൂളില് അമ്മേ. ദേ മോളെ, നിന്റെ അച്ഛനെ വലിയൊരു ലെക്ചർ കേട്ടിട്ട് അമ്മയ്ക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. ഇനി ഒരു വർത്താനം കേൾക്കാനുള്ള സമയം അമ്മയ്ക്കില്ല. മോള് പോയിരുന്നു പഠിക്കേ. എൻ്റെ അച്ഛനും അമ്മയും മാത്രമെന്താ ഇങ്ങനെയെന്ന് എൻ്റെ കുഞ്ഞു മനസ്സിൽ പലതവണ തോന്നിയിട്ടുണ്ട്. ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും ഇടയിൽ എൻ്റെ ബാല്യം കടന്നുപോയതുപോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ വലിയ വീട്ടിൽ തനിച്ചായി പോയപ്പോൾ എന്നെ അറിഞ്ഞ രണ്ടുപേർ എൻ്റെ ബാർബിയും ചിന്നുവുമായിരുന്നു. ചിന്നു, ചിന്നു. മിണ്ടാപ്രാണിയാണെങ്കിലും എൻ്റെ വേദനകളും വിങ്ങലുകളും അറിഞ്ഞിരുന്നവരായിരുന്നു എൻ്റെ ബാർബിയും ചിന്നുവും. അവരുടെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു എൻ്റെ സന്തോഷങ്ങൾ. ഇനിയും എനിക്ക് വയ്യ. ഞാൻ ചെയ്യുന്നത് ഒരു വലിയ തെറ്റായിരിക്കാം. ശരിക്കും എനിക്ക് ജീവിതം മടുത്തു. ഒരു കുട്ടിയിൽ നിന്നും ഞാൻ മാറിയ ആ ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. സഹിക്കാൻ കഴിയാത്ത വേദനയും ഇതുവരെ ഇല്ലാത്തൊരു നനവും. എന്താണെന്നറിയാൻ ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത്, അച്ഛാ, അമ്മ എവിടെ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങി പോണതാണല്ലോ അവളുടെ പതിവ്. 2 ദിവസം കഴിഞ്ഞാൽ അവളിങ്ങ് തിരിച്ചു വരും. സാധനം വെച്ചാ കാണില്ല. എന്തൊരു കഷ്ടാണ് ഈശ്വര ഈ ജീവിതം. നീ ഇങ്ങോട്ടൊന്ന് എഴുതുള്ളൂ. നീ എന്തായി തുറച്ചു നോക്കുന്നേ? എനിക്കെന്താ നോക്കാനും പാടില്ലേ? മറുപടി പറഞ്ഞു പോടി. എന്ത് ചെയ്താലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അടുത്ത ഈ ജീവിതം എത്രയാന്ന് വെച്ചാൽ ഞാനിതൊക്കെ സഹിക്കുക. വീർപ്പ് മുട്ടുകയാണ് അച്ഛങ്ങ. ഒറ്റപ്പെടലിന്റെ വേദനയിൽ വെന്തുരുകുകയാണ് അമ്മേ ഞാൻ. ഇനിയും എനിക്ക് വയ്യ. ഞാൻ ചെയ്യുന്നത് ഒരു വലിയ തെറ്റായിരിക്കാം. ശരിക്കും എനിക്ക് ജീവിതം മടുത്തു. എന്നോട് ക്ഷമിക്കേണ്ട, നമ്മുടെ വാശിക്ക് പിണക്കത്തിലൂടെ നമുക്ക് നഷ്ടമായി നമ്മുടെ മോളെ.
എല്ലാം അവസാനിപ്പിച്ചു അല്ലേ? നിനക്കറിയോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു? മൃദുലേ, എത്ര നേരമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു? ഒരുപാട് നേരമായോ? പിന്നല്ലാതെ. മൃദു, എല്ലാവരും എൻ്റെ ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലുമൊക്കെ എഴുതി, നീ മാത്രം. എനിക്ക് 2 വരിയിൽ മാത്രം ഒരു യാത്രാമൊഴി പറയാൻ വയ്യ. മൃദു, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഹേയ്, ഞാൻ എന്തിനു വിഷമിക്കണം? അങ്ങനെയൊന്നുമില്ല. ഇതാ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ ഒരു ചെറിയ സമ്മാനം. ഓട്ടോഗ്രാഫിലെ ഒരു വരിക്ക് പകരം എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും ഞാൻ വരികളാക്കിയതാ. ദീപക്, ഒരു ദിവസം നീ എൻ്റെ വീട്ടിലോട്ട് വരണം. നിനക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. മൃദു, നീ നിന്റെ ലോകത്തേക്ക് മടങ്ങി. നിനക്കിനി ശാന്തമായി ഉറങ്ങാം. ഞാനും മടങ്ങുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എനിക്ക് ഈ സാരി വേണ്ട. എന്റെ പൊന്നനു, നീ ഒന്നും മിണ്ടാതിരി. എനിക്കിത് ഇഷ്ടായി. എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ദീപകിന് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? നിനക്കെന്താ ഞാൻ ദേഷ്യപ്പെട്ട് കാണാൻ അത്രയ്ക്ക് ഇഷ്ടാ? സാധാരണ എല്ലാ ഭർത്താക്കന്മാരും ദേഷ്യപ്പെടുന്നവരാ. നീ എന്തിനാ എല്ലാ ഭർത്താക്കന്മാരെയും കാര്യം നോക്കുന്നത്? എന്റെ കാര്യം നോക്ക്. നമ്മുടെ മോളുടെയോ? മോളുടെ കാര്യം നോക്കാൻ അച്ഛനും അമ്മയും നമ്മൾ രണ്ടുപേരില്ലേ? മൃദുലേ, എൻ്റെ പ്രണയ സമ്മാനമായി നിനക്ക് നൽകുവാൻ ഒന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. നീ ആഗ്രഹിച്ച രീതിയിൽ ഒരു നല്ല ഭർത്താവും അച്ഛനുമാവുക. അത് തന്നെയല്ലേ നീ ഒരുപാട് പേരോട് പറയാതെ പറഞ്ഞത്?